ഹായ് ഫ്രണ്ട്സ്, നമ്മളിലെല്ലാവരും തന്നെ നഴ്സറികളിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ വാങ്ങി വെക്കുന്നവരായിരിക്കും. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളുടെ താഴെ നിന്നും പുതിയ ശാഖകൾ വളർന്നു വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് വരാം. അപ്പോൾ ഇതെങ്ങനെയെല്ലാം നമ്മുടെ ചെടിയെ ബാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇവിടെ തന്നെ ബ്രസീലിയൻ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തൊരു കുരുമുളകാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിൽ നിന്നും പുതിയൊരു മുകുളം വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഈ മുകുളത്തിന് നമ്മൾ സക്കർ എന്നാട്ടോ പറയുക. ഇത് അധികം വലുതാവാത്തത് കൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് അടർത്തിക്കളയാം കേട്ടോ. ഇങ്ങനെ അടർത്തിക്കളഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡോ അല്ലെങ്കിൽ അവിടെ മഞ്ഞൾപ്പൊടിയോ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഈ സക്കർ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ താഴെയായി, അതായത് മെയിൻ തടിയിൽ നിന്നും വളരുന്ന ചെറിയ ശാഖകൾ അത് വളർന്നു വന്ന് വലിയ കൊമ്പുകളും ആവട്ടോ. ഇതിനെയാണ് നമ്മൾ സക്കർ എന്ന് പറയലേ. ഇനി ഈ സക്കറുകൾ എന്തിനാണ് നീക്കം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെടിക്ക് ലഭിക്കുന്ന വെള്ളവും വളമൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിക്ക് ലഭിക്കാതെ ഈ സക്കറുകൾ വലിച്ചെടുക്കും. അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ചു പോവുകയും പിന്നീട് അത് സാവധാനം ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് കേട്ടോ. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ ഫലം കിട്ടാൻ ഒരുപാട് താമസം എടുക്കും. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള രുചിയോ വലിപ്പമോ അതിന് ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ സക്കറുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അത് മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് നീക്കം ചെയ്യുക. ഇനി ചെറിയ മുകളാണെങ്കിൽ നമുക്കത് കൈകൊണ്ട് അടർത്തി കളയാം കേട്ടോ. സക്കറുകൾ വലുതായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ തടിയോട് ചേർന്ന് തന്നെ കട്ട് ചെയ്ത് കളയണേ. കാരണം ഒരു ചെറിയ കഷ്ണം നമ്മൾ അവിടെ ബാക്കി നിർത്തിയാൽ വീണ്ടും അവിടെ നിന്ന് പുതിയ മുളകൾ വരും കേട്ടോ. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ സക്കറാണെന്നും കരുതി ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഒന്നും കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. സക്കറുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ താഴ്ഭാഗത്ത് മാത്രം ഉണ്ടാകുന്നതാണ്. ഈ കാണിക്കുന്നത് എൻ്റെ ആകെയുള്ളൊരു മാവാണ് കേട്ടോ, കാലാപ്പാടി. ഇതിൻ്റെ തളിരില മുഴുവനും നേരം വെളുക്കുമ്പോഴത്തേനും വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാനിത് കവറിട്ട് മൂടിക്കൊടുത്തതാണ്. ഞാൻ വേപ്പെണ്ണ സോപ്പ് ലായനിയൊക്കെ അടിച്ച് കൊടുത്തിട്ടും ഒരു രക്ഷയില്ലാഞ്ഞിട്ട് അവസാനം ചെയ്ത പണിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റു വല്ല ടിപ്പും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ കവറിട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് ഇലകളൊക്കെ വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മൊത്തം പോകണ്ടെന്ന് കരുതി ഞാൻ കവറിട്ട് കൊടുത്തത് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തുനിന്നും ഇതുവരെ മുകുളങ്ങളൊന്നും വന്നിട്ടില്ലേ. ഈ മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തൂടെ മുകുളങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് ഇലകളിലൂടെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ. അതിൻ്റെ വലിപ്പത്തിലും ഷേപ്പിലും ഒക്കെ വ്യത്യാസം കാണുമേ. പക്ഷേ ഈ അബിയു, ജാതി അങ്ങനത്തെയൊക്കെ പ്ലാന്റിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇലകൾ നോക്കി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ പോയി നോക്കുക തന്നെ വേണേ. ഇനി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് നമ്മൾ നടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അത് നട്ടു കൊടുക്കുന്ന സമയത്ത് ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകാത്ത രീതിയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാനേ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പ്ലാന്റ് ഇതുപോലെ സക്കറുകൾ വളർന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറ്റിക്കുരുമുളക് ബ്രസീലിയൻ തിപ്പല്ലിയിൽ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ പോയി കാണണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.